ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഇറ്റ്ഫോക്കിൻ്റെ 14ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ആശയ രൂപീകരണം മുതൽ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു തുടക്കം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ കേരളത്തിലുണ്ടാവണം എന്നൊക്കെ ഒരു ആശയതലത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സന്ദർഭം? എനിക്ക് തോന്നുന്നു ഈ ആലോചന നേരത്തെയും പലരും ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാകാം. പറയുന്നത് കേട്ടിട്ടുണ്ട്, കാവാലം നാരായണ പണിക്കര് സാറ് അങ്ങനെ ഒരു ആശയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു എന്ന്. പക്ഷെ അത് പറഞ്ഞു എന്നുള്ളതുള്ളൂ, പറയലങ്ങ് അപ്പം നമ്മൾ പറയും, പലരും അങ്ങനെ ആഗ്രഹിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നാടകം കളിച്ച് പിന്നെ വിദേശത്ത് നമ്മളിവിടുത്തെ ആളുകൾ നാടകം കൊണ്ടുപോകുമ്പം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പുതിയ തിയേറ്റർ സ്പേസുകളുണ്ട്. അവിടെ ചിലപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നാടകങ്ങൾ വരികയും അവിടുത്തെ ഒരു ആംബിയൻ, അവിടുത്തെ ഒരു തിയേറ്റർ ജംഗ്ഷൻ എന്നുള്ള രീതിയിൽ അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമ്മളെ നാട്ടിൽ എന്താ അങ്ങനെയൊന്നും ഇല്ലാത്തത് തോന്നൂലേ. അപ്പോൾ അത് വളരെ സ്വാഭാവികമായൊരു ചിന്ത തന്നെയാണ്. പക്ഷേ എങ്കിലും ഇത് ആഗ്രഹിക്കുന്നതിലപ്പുറം അത് നടപ്പിലാക്കി എടുക്കുക എന്നുള്ളിടത്തുള്ള ഒരു ചാലഞ്ച് ഉണ്ട്. അതിന് ആ ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും ചെയ്ത ആളായിരുന്നു നേരത്തെ അക്കാഡമി ചെയർമാനായിരുന്ന പ്രശസ്ത നടൻ ആയിരുന്ന മുരളിയേട്ടൻ എന്ന് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുമ്പോൾ വിളിക്കുന്ന മുരളി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു ആഗ്രഹം ഷെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. മനസ്സിലാവുന്ന അത് പറയുമ്പോൾ അവർക്കൊരു തിയേറ്റർ പാഷനുള്ളവരായിരുന്നു ആ ഗ്രൂപ്പ്. ഉദാഹരണത്തിന് അലിയാർ മാഷ്, പ്രൊഫസർ അലിയാർ എന്ന് പറയുന്ന പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, നടനാണ്. പിന്നെ സൗപർണിക തിയേറ്റേഴ്സിൻ്റെ നരദപ്രസാദ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഇവരായിരുന്നു അന്നത്തെ ഈ കമ്മിറ്റി മെമ്പർമാർ. പിന്നെ ഗംഗാരൻ മാഷ് ഉണ്ടായിരുന്നു, പ്രൊഫസർ പി ഗംഗാരമാഷായിരുന്നു അന്നത്തെ ഇത് നടക്കുന്ന സമയത്തുള്ള അക്കാഡമിയുടെ സെക്രട്ടറി. അപ്പോൾ ഗംഗാരൻ മാഷക്കും ആ ഒരു വളരെ തിയേറ്റർ ആക്ടിവിസ്റ്റാണ്, ഡയറക്ടറാണ്, ആ ഒരു പാഷനുണ്ട്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. അപ്പോൾ കുറ്റിക്കോല് മാഷ് നാടകം വളരെ നാട്ടുംപുറത്ത് തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഉള്ള കുറ്റിക്കോല് ഭാഗത്തൊക്കെ നാടകത്തിലൊക്കെ സജീവമായിരുന്ന ആള്. നമ്പ്യാർ മാഷ്, അതായത് അന്നത്തെ വൈസ് ചെയർമാനായിരുന്നു KM രാഘവൻ നമ്പ്യാർ, എഴുത്തുകാരനായിരുന്നു, നാടകൃത്തായിരുന്നു. അപ്പൊ ഇതായിരുന്നു അന്നത്തെ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ഐഡിയ വെച്ച് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് പിന്നെ മുമ്പോട്ട് പോവും, സ്വാഭാവികമായിട്ടും പോവും. അങ്ങനെ അതിനൊരു ഇതുണ്ടായി. പിന്നെ അതിലുപരിയായിട്ട് ചെയർമാനെ മുരളി സാറിന് അങ്ങനത്തെ ഒരു നല്ല സ്ട്രോങ് വിൽ പവറും ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ബന്ധങ്ങൾ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബേബി സാറുമായിട്ടും അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടും ഒക്കെ തന്നെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ അവരൊരു നോഡ് പെട്ടെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ അവരൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു, ഒരു കോമൺ ഇമാജിനേഷൻ സ്ഫിയർ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അന്നൊക്കെ ഇത് ആലോചിക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഞാനും അവരെ കൂടെ ഒക്കെ പലപ്പോഴും മുരളിച്ചേട്ടൻ അലിയാർ മാഷയും കൂടെ, അലിയാർ മാഷാണ് നമ്മളെ വിളിക്കും, ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അങ്ങനെ പോയിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ഞാനും പങ്കെടുക്കും, പലതും കേൾക്കും. അപ്പം പറയും നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വളരെ പാഷനേറ്റായിട്ട് അത് നമുക്ക് ഇങ്ങനെ ആക്കണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണത്. അല്ലാണ്ട് അത് നടക്കുവോ, അയ്യോ നടക്കൂലേ എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് ഒന്നും തോന്നുന്നു, താല്പര്യം ഉണ്ടാവില്ല. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നമുക്ക് അങ്ങനെ ചെയ്യണം, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യണം, അപ്പോൾ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തുക. അപ്പം അങ്ങനെ ഒരു സിനാറിയോയിലാണ് ഇറ്റ്ഫോക്ക് എന്നുള്ള ആശയം ആദ്യം രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇന്റർനാഷണൽ തന്നെ ആയിരിക്കണം, അതായത് ഇന്റർനാഷണൽ പ്ലേസ് ഇവിടെ കൊണ്ടുവരണം. കുറച്ചുകൂടി വലിയ ക്യാൻവാസ് ആണല്ലോ. അപ്പൊ നാഷണൽ തിയേറ്ററിനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന വേണമെങ്കിൽ ഒന്നും ആലോചിച്ചാൽ നടക്കാവുന്നു. പക്ഷെ അതുപോലെയല്ല ഇന്റർനാഷണൽ തിയേറ്റേഴ്സ് കൊണ്ടുവരിക എന്നുള്ളത്. എന്ന് മാത്രമല്ല ആദ്യത്തെ എഡിഷനുകളൊക്കെ ഓരോ ഏരിയ ഫോക്കസ്ഡും കൂടിയിട്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഫോക്കസ്ഡും ആയിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് പൊളിറ്റിക്സും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആശയത്തിലേക്ക് വലുതാവുന്നത് എങ്ങനെയാ? അതായത് നമുക്ക് കോണ്ടിനെന്റ് ഫോളോ ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഒരു പരിധിവരെ മാത്രമേ കഴിയുള്ളൂ. കാരണം ആദ്യത്തെ എഡിഷൻ ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ ആയിരുന്നു. ചൈന
ഇറാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രവിശ്യയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള തിയേറ്റർ ആയിരുന്നു ആദ്യത്തെ എഡിഷനിൽ. അങ്ങനെ ഏഷ്യൻ തിയേറ്റർ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ. അപ്പം അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ആദ്യത്തെ ഒരു എഡിഷൻ ഒരു പൂർവ്വ മാതൃക അല്ലാതെ കേരളത്തിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഏഷ്യൻ കൺട്രീസ് ആവുമ്പം റിലേറ്റീവ്ലി ഈസി ആയിരിക്കും. പിന്നെ അന്ന് സാമ്പത്തികമായിട്ടുള്ള വലിയ ഉറപ്പും ഇതൊന്നും ഇല്ലല്ലോ, കാരണം സ്ക്രാച്ചസ് ഉണ്ടാക്കിയെടുക്കല്ലേ. അപ്പൊ ആദ്യത്തെ അതിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ ജെ ശൈലജയായിരുന്നു. കാരണം ശൈലജയൊക്കെ ആ എഡിഷൻ, ഫസ്റ്റ് എഡിഷൻ ഉണ്ടാക്കുന്നത് നന്നായി കഷ്ടപ്പെട്ടുണ്ടാവും, നമുക്കത് മനസ്സിലാവും. കാരണം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലെയോ, ഞാനിതിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആരും പറഞ്ഞു പോകുന്ന കാര്യം കേട്ടോ, ഒരു ഫിലിം ഫെസ്റ്റിവൽ പോലെയോ അല്ല. തിയേറ്റർ ഫെസ്റ്റിവൽ കുറെ കൂടി കോംപ്ലക്സാണ്. ഒരുപാട് ഫാക്ടേഴ്സിനെ അഡ്രസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു എഡിഷൻ നടത്തിയെടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ജെ ശൈലജ. കാരണം അന്ന് നിന്നുകൊണ്ട് ഒന്നുമില്ലാത്ത സ്ക്രാച്ചസ് നിന്നാണ് ഒരു ഫെസ്റ്റിവൽ ഉണ്ടായി വരുന്നതെന്ന് അറിയണം. അപ്പോൾ ഒന്നാമത്തെ രീതി വേറൊരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ അക്കാഡമി അതുവരെ ചെയ്ത പരിപാടികളിൽ നിന്ന് തീർത്തും ഡിഫറെൻ്റ് ആയ പരിപാടിയാണിത്. ആ നിലയ്ക്കൊക്കെ ആദ്യത്തെ എഡിഷൻ സംഭവിച്ചു എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫസ്റ്റ് എഡിഷൻ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. പിന്നല്ലേ സെക്കൻഡ് എഡിഷൻ വരുന്നുള്ളൂ. പിന്നെ അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം അതുണ്ടായി ഇപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആളുകൾ ഈ ഫെസ്റ്റിവലിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ടും അധ്വാനം കൊണ്ടും ഒക്കെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. പിന്നീട് മറ്റ് കുറച്ചും കൂടി വിപുലമായല്ലോ. അതായത് കോണ്ടിനെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏഷ്യയാണ്. രണ്ടാമത്തേൽ ഇപ്പം നമ്മൾ പോയത് ആഫ്രിക്കയായിരുന്നു, ആഫ്രിക്കൻ എഡിഷൻ ആയിരുന്നു. മൂന്നാമത്തേത് ലാറ്റിൻ അമേരിക്ക പോയി. നാലാമത്തത് നമ്മൾ ചെയ്തത് ഈ ക്ലാസിക്സ് റീവിസിറ്റഡ് ആയിരുന്നു, ടെക്സ്റ്റിലേക്ക് വന്നു. അതിനും ഒരു കാരണമുണ്ട്, അത് പിന്നീട് പറയാം. ഈ ക്ലാസിക് റീവിസിറ്റഡ് വന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ കോണ്ടിനെന്റ്സിലേക്ക് പോയി. ഈസ്റ്റേൺ യൂറോപ്പ് ആയിരുന്നു. 13 ഈസ്റ്റേൺ യൂറോപ്പ് ആയിരുന്നു. 14 നമ്മൾ വേറെ തീം മാറ്റി, കോണ്ടിനെന്റ് മാറ്റി, സ്പെക്ടേറ്റർഷിപ്പ് ആക്കി. 15, 16 ശങ്കർ വെങ്കടേശ്വരനായിരുന്നു. ശങ്കർ യൂറോപ്യൻ തിയേറ്ററിന് കൂടുതൽ ഇത് കൊടുക്കാതെ കുറച്ചുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ റീജിയനിലേക്ക് ശങ്കർ പോയി. അപ്പം ഒരു വൈവിധ്യം ഉണ്ട് എപ്പോഴും ഫെസ്റ്റിവലില്. പലരും പല വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. എപ്പോഴും മുമ്പത്തെ മാതിരി ആയിരിക്കില്ല. അതൊരു കണക്കിന് വളരെ നല്ലതാണ്, ബ്യൂട്ടിഫുൾ ആണത്. അല്ലെങ്കിൽ നമ്മളിപ്പം സാധാരണ ഒരു സ്കൂൾ യുവജനോത്സവം പോലെ ആയിപ്പോ, അല്ലാതെ സ്കൂൾ യുവജനം മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ ഒരു പാറ്റേണിൽ കുടുങ്ങിപ്പോകും. അപ്പൊ ഫെസ്റ്റിവൽ അങ്ങനത്തെ പാറ്റേണുകളിൽ കുടുങ്ങരുത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കോണ്ടിനെന്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പം കോണ്ടിനെന്റ് മാത്രം നമ്മൾ നോക്കിയാൽ പ്രായോഗികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ കോണ്ടിനെന്റിന്നോ കൺട്രിന്നോ വിചാരിച്ചത്ര പ്ലേ നല്ലത് കിട്ടിക്കൊള്ളുന്നില്ല. രണ്ടാമതായിട്ട് ആ കോണ്ടിനെന്റിൽ പിടിച്ചു കഴിയുമ്പം നമ്മൾക്ക് അന്നത്തെ ആ വേൾഡ് റിയാലിറ്റിയുടെ റിഫ്ലക്ഷനായി കിടക്കുന്ന തിയേറ്റർ നമുക്ക് മിസ്സാവും മറ്റു സ്ഥലങ്ങളിലുള്ള. അപ്പൊ കുറച്ചുകൂടെ നമ്മൾക്ക് വേണമെങ്കിൽ ഇനിയും വി ക്യാൻ ഗോ ബാക്ക് ടു കോണ്ടിനെന്റ്സ്. അപ്പം ഇവിടെ വരാത്ത ഏരിയ ഉണ്ട്, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട ഏരിയ ഉണ്ട്. അയർലൻഡിൽ നിന്ന് ഇവിടെ പ്രൊഡക്ഷൻ വന്നിട്ടില്ല. അപ്പൊ ചില കൺട്രീസ് ഒക്കെ ഉണ്ട്, അയർലൻഡിൽ വന്നിട്ടില്ല. ഐറിഷ് തിയേറ്റർ സ്ട്രോങ് ആണ്. ഇപ്പൊ പറഞ്ഞപ്പോഴേ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നാടകം കൊണ്ടുവരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളെങ്ങനെയാ ഇതുമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നാടകമുണ്ട്, അല്ലെങ്കിൽ ഈ കൺട്രി അവിടുത്തെ മാറ്റങ്ങൾ, അവിടുത്തെ ചലനങ്ങൾ, അവിടുത്തെ തിയേറ്ററിനെ പറ്റിയിട്ട് ഭയങ്കര അറിവും മീൻസ് അങ്ങനെ വേണമല്ലോ. പിന്നെ അവരായിട്ടുള്ള കോണ്ടാക്ട്, എന്നിട്ട് അതിന് ഒരു സിനിമ കൊണ്ടുവരുന്ന മാതിരില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തിയേറ്ററിന് മൊത്തം കൊണ്ടുവരുന്ന ആളുകളെയും സെറ്റും എല്ലാം കൂടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ടാസ്ക് ആണല്ലോ. അതെങ്ങനെയാ നടന്നിട്ട് പോകുന്നത്? വിദേശത്തുള്ളൊരു നാടകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ, ഒരു വേൾഡ് തിയേറ്ററിലെ ഒരു ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിലേക്ക് നമ്മൾ വരുമ്പം പിന്നെ നമ്മൾ കുറേയൊക്കെ സ്വാഭാവികമായിട്ടും വേൾഡ് തിയേറ്ററിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെ സംഭവിക്കുന്നു അത് നമുക്കൊരു ഇതായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു യൂസ്, അല്ലെങ്കിൽ ഇത് നമുക്കിവിടെ ആവശ്യമുണ്ടെന്നും കൂടി തോന്നുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻറ്റൻസീവായിട്ടൊരു അന്വേഷണം നടത്തും. പക്ഷെ അത് വളരെ പെഡാൻറ്റിക് ഒന്നും ആവുകയില്ല. അങ്ങനത്തെ ഒരു സ്കോളർലി അറ്റംപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത ഒരു ജനറൽ ആയിട്ടുള്ള ഒരു
ഒരു എൻക്വയറിയും ഒരു പിന്നെ അതിനെ നമ്മളെപ്പോഴും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് കുറച്ചും കൂടി യൂസ് ചെയ്യാം. മറ്റേത് അന്ന് നമ്മൾക്ക് പലപ്പോഴും ചില നാടകങ്ങളെക്കുറിച്ച് ചില ആർട്ടിക്കിൾസ് വരും. ആ ആർട്ടിക്കിൾസ് വെച്ച് ആ നാടകം തേടി പോകുമ്പോൾ നമ്മൾ വേറെ ചില നാടകങ്ങളിലെത്തും. അതിങ്ങനെ കണക്ട് ചെയ്ത് പോകും. അവിടെ നമ്മൾ ചില ആളുകളെ കാണും. ഉദാഹരണത്തിന് അന്ന് ഇപ്പം ചന്ദ്രേട്ടൻ, പാരീസ് ചന്ദ്രൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ചന്ദ്രേട്ടൻ ഇറ്റ്ഫോക്കായിട്ട് വളരെ അടുത്ത് നിന്ന ഒരാളായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ലോകത്ത് പല സ്ഥലത്തും തിയേറ്റർ മ്യൂസിക്കിലൂടെ സഞ്ചരിക്കുകയും നാടകങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുമാണ്. പല സംഗതികളും. ഇപ്പോൾ 2010 ആദ്യത്തെ നടന്ന ഒരു ആലോചനയിൽ അന്ന് പ്രഭാരം പഴശ്ശി മാഷായിരുന്നു. പിന്നെ പഴശ്ശി മാഷ് മാറിയിട്ടാണ് രാവണി സാർ വരുന്നത് സെക്രട്ടറി. അന്നാണ് ലാറ്റിൻ അമേരിക്കൻ എഡിഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ എഡിഷനിൽ നല്ല എഡിഷനായിരുന്നു. അത് വലിയ എഡിഷനുമായിരുന്നു. അന്നത്തെ ഏറ്റവും ഫോക്കിൻ്റെ ആദ്യത്തെ വലിയ എഡിഷൻ എന്ന് പറയാവുന്നത് 2010 എഡിഷനാണ്, ലാറ്റിൻ അമേരിക്കനാണ്. ബോബ് മാർലിയുടെ മാനേജറായ ഒരാളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ബോബ് മാർലിയുടെ മാനേജർ ആയിരുന്ന ആളാണ്. പിന്നെ അയാൾ തിയേറ്ററിൽ ആക്റ്റീവായിരുന്നു. ഇദ്ദേഹം നമ്മളെ സഹായിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കുറേ കോണ്ടാക്ട്സും അന്നത്തെ വളരെ ഡിഫറെൻ്റായ പ്ലേയുടെ ലിസ്റ്റും ഒക്കെ അയച്ച് ഞാനും അയാളും നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തി മുമ്പോട്ട് പോയിരുന്നു. പിന്നീട് എന്താ വെച്ചാൽ ഇവിടെ ചേഞ്ച് വന്നു. വേറെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ മാറ്റം വരും. എപ്പോഴും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളുന്നില്ല. അപ്പം അങ്ങനെ അപ്പം പിന്നെ ചിലി എന്നുള്ളൊരു തിയേറ്റർ, അന്നിപ്പം ചിലിയിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് മാർട്ടിൻ ഊരാളി ബാൻഡിൻ്റെ. കാരണം മാർട്ടിൻ അവിടെ ഡയറക്റ്റ് അറിയാം. കാരണം നമ്മൾ വീഡിയോ നോക്കി കൊണ്ടുവരും പോലെയല്ല, ആ തിയേറ്റർ പ്രോസസ്സും അടുത്തറിയുന്ന ആളായിരുന്നു മാർട്ടിൻ. അപ്പം പിന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു 72 പേര് ചിലിയിൽ നിന്ന് വന്നു. 71 പേര് എന്നാ തോന്നുന്നു. 71 പേര് ചിലിയിൽ നിന്ന് വന്നു. എലിയാസ് കോഹൻ ഉണ്ടായിരുന്നു. എലിയാസ് കോഹൻ നേതൃത്വത്തിൽ. പിന്നെ ഈ വർഷം മാർട്ടിൻ്റെ സാറ ഇതില്ലേ, എന്താണ് ആ പ്ലേയുടെ പേരെന്തായിരുന്നു? ഫ്യൂഗോറോസയുടെ ഡയറക്ടർ 2010 വന്നിട്ടുണ്ട്. അന്നൊക്കെ പൈസ ഇല്ലാത്തതിന്റെ പുറത്തൊക്കെ സെക്രട്ടറിക്കൊക്കെ വലിയ ഇതുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറയായിരുന്നു രാവൺ സാറത്തെ, ഇപ്പൊ നിങ്ങൾക്ക് വിഷമം തന്ന ആളെ നിങ്ങൾ അഭിമാനിക്കുന്നു അറിയാം. നമ്മളിപ്പം വരുന്ന ആശ്വസിപ്പിക്കുകയും വേണമല്ലോ പലപ്പോഴും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് ശരിയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മല്ലിക തനേജായിട്ടും അവരൊക്കെ ആയിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണലി തന്നെ അറിയപ്പെടുന്ന ഈ തിയേറ്റർ ഗ്രൂപ്പുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇവിടെ കളിക്കുക എന്ന് പറയുന്നത് അവർ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ 14 വർഷം എന്നുള്ളത് ഭയങ്കരമായിട്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് അല്ലേ? അല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇറ്റ്ഫോക്ക് ആദ്യത്തെ എഡിഷനും കഴിഞ്ഞ് 2ാമത്തെ എഡിഷൻ ആവുമ്പോഴേക്കും ഇറ്റ്ഫോക്ക് പൊങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ എഡിഷനിൽ തന്നെ ഇറ്റ്ഫോക്ക് ഒരുപാട് പരിമിതികളും റിസോഴ്സിന്റെ പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിച്ചേ അപ്പം തന്നെ ഒരു മെസ്സേജും അതിൻ്റെ ആ സ്പിരിറ്റ് ഓഫ് ഇറ്റ്ഫോക്ക് എന്നൊക്കെ പറയുന്ന സംഗതി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തേതിൽ ആകുമ്പോൾ അന്നത്തെ ചെയർമാൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു അത് നടക്കുമ്പോൾ. അപ്പോൾ അത് തുടർന്ന് ചില അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് മൊമെന്റിലായിരുന്നു 2ാമത്തെ എഡിഷൻ ചെയ്തത്. പക്ഷെ എന്നാൽ പോലും ആ എഡിഷനോട് കൂടി തന്നെ ഇറ്റ്ഫോക്ക് കുറെ കൂടി അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഇറ്റ്ഫോക്ക് ഇങ്ങനെ ഒരു വളരെ ഒരു പ്രോഗ്രഷൻ്റെ ലൈനിൽ മാത്രം അങ്ങനെ തന്നെ. ചിലപ്പം ഇറ്റ്ഫോക്ക് അതിൻ്റെ പല വഴിയിലൂടെ സഞ്ചരിക്കും. മുകളിലോട്ട് പോവുക എന്ന് പറയുന്നതിന് ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. കാരണം അതെ ഉണ്ട്, എങ്ങനെ പോയി എങ്ങോട്ട്. കാരണം ഈ ഇപ്പൊ മുകളിലോട്ട് പോകാന്ന് പറയുമ്പം ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ പരിപാടിയായിട്ട് ആളുകൾ കാണണം, പരമാവധി ആളുകൾ നാടകം കാണണം. അത് അല്ല, പക്ഷെ ആൾക്കൂട്ടത്തിന്റെ മാത്രം ഒരു പരിപാടി ആവരുത്. ഇത് കുറച്ചും കൂടി ഒരു തോട്ട്ഫുൾ എലമെന്റ് മിസ്സാവരുത്. ഒരു തോട്ട്ഫുൾ എലമെന്റ് ഫെസ്റ്റിവൽ മിസ്സായി കഴിഞ്ഞാൽ ആ ഫെസ്റ്റിവല് അതൊരു ചില കാഴ്ച പോലെ മാത്രമായി പോകും. അപ്പൊ നമ്മൾ മറ്റു പല ഫെസ്റ്റിവലുകൾ, ഈവൻ നമ്മുടെ
ഫിലിം ഫെസ്റ്റിവൽ പോലും തുടക്കത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് സംഭവം ശരിയാണ്, സിനിമകൾ കാണുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ തിയേറ്റർ ഫെസ്റ്റിവൽ അങ്ങനെയല്ല. നമ്മൾ തുടക്കം മുതൽ ഇതിന്റെ ക്രൗഡിനെയും നമ്മൾ ഇതിന് കാണുന്നുണ്ടല്ലോ. ഇത് കാണാൻ വരുന്ന ആളുകളും ഈ പറയുന്ന പോലെ തിയേറ്റർ ഒരു പെർഫോമൻസാ അത്. ആക്ച്വലി അവര് നാടകത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, പ്ലേ കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പൈസ ചെലവാക്കാൻ തയ്യാറാവുന്നുണ്ട്. തുടക്കത്തിലൊക്കെ പക്ഷെ പൈസ എന്തിനാ നാടകത്തിനൊക്കെ ചോദിച്ച ആളുകൾ, പക്ഷെ അതും ആ കൾച്ചർ മാറിയിട്ട് പൈസ കൊടുത്ത് തന്നെ കാണേണ്ട ഒരു സംഗതിയാണെന്നും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് കാണികളുടെ, അതായത് കാണികളും അതിനനുസരിച്ച് നാടകത്തിന്റെ സെൻസിബിലിറ്റിയിലേക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ. അതായത് പിന്നെ വേറൊരു കാര്യം കൂടെ, നാട്ടുകാരായിട്ടുള്ള ഒരു കാണികളുണ്ടല്ലോ. തുടക്കകാലത്ത് തൃശ്ശൂർക്കാരായ നാടകക്കാരുടെ എണ്ണം ഇതിനകത്ത് കൂടുതൽ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ചുകൂടി അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള നാടകത്തിന്റെ സ്റ്റുഡൻസ് ഈ നാട്ടുകാരായ നാടകക്കാർ കുറഞ്ഞു പോയ പോലെ തോന്നുന്നതും ചെയ്തിട്ടുണ്ട്. കുറച്ച് തോന്നാറുണ്ട്. കാരണം എവിടേക്കോ ഒരു വിഭാഗം അങ്ങ് മാറിപ്പോവുകയും വേറൊരു വിഭാഗം വരുന്നു. അത് സ്വാഭാവികമായ ഒരു സംഗതിയാണെങ്കിലും എനിക്കിത് കാണുമ്പോൾ ഒരു വിഷം. കാരണം നമ്മൾ കണ്ട പലരും കാണുന്നില്ല. ഇവിടെ വരുമ്പോ ആണ് അതിന്റെ ഒരു സന്തോഷം. കാരണം ഫെസ്റ്റിവൽ എപ്പോഴും എന്താ വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഇതിലൊരു ക്രിട്ടിക്കിങ് നടക്കുന്നുണ്ട് എപ്പോഴും. ആ ക്രിട്ടിക്കിങ്ങിനെ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇവിടെ വരുന്ന ഏതൊരു പ്രേക്ഷകന്റെ അഭിപ്രായം വളരെ ഇമ്പോർട്ടന്റാ. കാരണം അയാള് വെറും ഒരു പ്രേക്ഷകനല്ല. ഇവിടെ വരുന്ന ആളുകളൊക്കെ തിയേറ്ററിൽ വർഷങ്ങളോളം വർക്ക് ചെയ്തവരോ അല്ലെ തിയേറ്റർ പഠിച്ചവരോ അല്ലെ തിയേറ്റർ പാഷനുള്ളവരോ ഒക്കെയാണ്. അപ്പൊ അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായം വെറും ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു സാധാരണ പ്രേക്ഷകന്റെ അഭിപ്രായം പോലെ ആയിരിക്കില്ല. അപ്പൊ ആ പ്രേക്ഷകനെ ഞാൻ പറയല്ല കേട്ടോ, കാരണം അതിന്റെ ഒരു 2 റേഞ്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ അഭിപ്രായങ്ങള് ഈ നടക്കുന്ന എഡിഷനിൽ വന്നിട്ടില്ലെങ്കിലും പിന്നീടുള്ള എഡിഷനിലേക്ക് അതിന്റെ ഒക്കെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത് എന്തിനാണെന്നറിയോ, ഈ ഇവരെ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കാരണം അതേ നമ്മളെ കറക്റ്റ് ചെയ്യുള്ളൂ. പലരും കഷ്ടപ്പെട്ടുണ്ടായ പ്ലാറ്റ്ഫോം അത്, നമ്മളും ഉണ്ട്, മറ്റു പലരും അനേക ആൾക്കാരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുന്നതും പോകുന്നു. അനേകം ഒരുപാട് പേര്, പിന്നെ പലരെയും പിന്നെ കണക്ഷൻ ബന്ധത്തിന്റെ ഒക്കെ പുറത്തുനിന്നും പലരും വരും. അങ്ങനെ ഇറ്റ്ഫോക്കിനായിട്ടുള്ള ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബന്ധുക്കളുണ്ട്, കുറെ ബന്ധുക്കളുണ്ട്. അപ്പൊ അതിലിപ്പം അനുരാധ മേഡം, പിന്നെ അതുപോലെ റീന സാറ്, നീലം മാൻസൺ, അതുപോലെ കീർത്തി മേഡം. അപ്പൊ അതൊക്കെ പലരും വരുന്നത് അഭിലാഷ് പിള്ളേന്റെ ഒരു ബന്ധത്തിലും കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആദ്യത്തെ എഡിഷനിൽ ഇവിടുത്തെ ചെയർമാൻ എഴുതിയിരുന്നു കേട്ടോ അനുരാധ മേഡത്തിന് ഇൻവിറ്റേഷൻ. അപ്പൊ അവരന്ന് പിന്നെ NSD ഡയറക്ടറാണ്, അത് അവർക്ക് വരാൻ പറ്റില്ല. 2ാമത്തെ വർഷം മുതൽക്ക് അവർ വളരെ സജീവമായിട്ട് ഇറ്റ്ഫോക്കിൽ വന്നു പോകാറുണ്ട്. ഒന്നൊക്കെ പേപ്പർ പ്രസന്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സെലക്ഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയർ ചെയ്യാനോ ഒക്കെ ആയിട്ട് അങ്ങനെ പലരും പല രീതിയിലും പറ്റുന്ന രീതിയിലും. റസ്തം ബറൂച്ച സാംസ്കാരിക ചിന്തകനും എഴുത്തുകാരനൊക്കെയായ അദ്ദേഹം, അങ്ങനെ പലരും, ശിവ വിശ്വനാഥൻ ഇപ്പം വളരെ ഇപ്പോക്കിൻ്റെ ഒരു ക്ലോസാ. അങ്ങനെ പലരും, അങ്ങനെയൊക്കെ കണക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിരുന്നു, ഡെമോക്രസി ആൻഡ് നീഡ് ഫോർ തിയേറ്റർ. നല്ലൊരു ആർട്ടിക്കിളായിരുന്നു. അത് ഇറ്റ്ഫോക്കിന എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ ഇവിടെ വന്ന് പോയ എക്സ്പീരിയൻസിനെ പുള്ളി റീഡ് ചെയ്തൊരു ആർട്ടിക്കിളാക്കി എഴുതിയിരുന്നു. ഈ പുറത്തുനിന്നുള്ള തിയേറ്ററുകൾ വരുന്ന സമയത്തെ ഇത് വലിയ പൈസ ചെലവുള്ള കാര്യമാണല്ലോ. ആ ടീം മൊത്തം വരിക എന്ന് പറയുന്നത് വലിയ ടാസ്ക്. അപ്പൊ ഇപ്രാവശ്യം ഒരു പലസ്തീൻ പ്ലേ കണ്ടപ്പോ അതിന്റെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോ അവിടെ ഗാസയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ആ ഒരു യുദ്ധഭൂമിയിൽ നിന്നാണ് അവരൊരു തിയേറ്റർ പെർഫോമൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു ആഗോള കാലത്തിനെ ഭയങ്കരമായിട്ട് തിയേറ്റർ റെപ്രസെന്റ് ചെയ്യും, അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മൾ നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്.
തിയേറ്ററിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ പലസ്തീൻ തിയേറ്ററിനെ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എല്ലാ കാലത്തും അതിനെ നമുക്ക് ഫോക്കസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആരും ചോദിക്കൊന്നുമില്ലല്ലോ. പക്ഷെ അത് വേണമെന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. ഞാൻ ചോദിക്കുന്ന ആ കാലത്തിന് തിയേറ്ററിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഒരു പൊളിറ്റിക്സ് ചോദിക്കാണ്. ഇറ്റ്ഫോക്കിനൊരു കണ്ടംപററി തിയേറ്ററിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് പലപ്പോഴും നമ്മൾ ഇറ്റ്ഫോക്ക് കാണുക. അതിൻ്റെ ഒരു പരിച്ഛേദം എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് എത്രത്തോളം ശക്തമായിട്ടുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അത് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നതായതുകൊണ്ട്. കാരണം നമ്മൾ ഇപ്പം ഗാസ ആണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഉക്രൈൻ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഉക്രൈനിലൊരു തിയേറ്റർ ഗ്രൂപ്പുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ തിയേറ്റർ ഗ്രൂപ്പിൽ എത്താൻ പെട്ട പാടും നമുക്കറിയാം. കാരണം നമ്മൾ അത് പലരുമായിട്ടും കണക്ട് ചെയ്ത് അവസാനം ഒരാളിലെത്തി, ഒരു ഗ്രൂപ്പിലെത്തി. അപ്പോൾ അവർ വരുന്ന ഒരു സാഹചര്യവും ഏതാണ്ട് അടുത്ത് വന്നു. പക്ഷേ അതെന്തുകൊണ്ടോ നടന്നില്ല. അത് പ്രധാന പ്രശ്നം ഒന്നുകിൽ അവർക്ക് അവരെ കോർഡിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. പിന്നെ സാമ്പത്തികമായ ചില പരാധീനതകളും. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ബജറ്റിനകത്ത് നിന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് കൊണ്ടുവരണം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുവരാൻ ശ്രമിക്കാറുമുണ്ട്. അവിടെ നമ്മൾ ബജറ്റിൻ്റെ ഒരു പരാധീനതകളിൽ പെട്ടുപോവാതെ പിന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടും ഉണ്ട്. എന്നാൽ പോലും പോസിറ്റീവായി തന്നെയാണ്. ഇപ്പം അക്കാഡമിയും ഇറ്റ്ഫോക്കിനോട് വളരെ പോസിറ്റീവായി, അതുകൊണ്ടാണല്ലോ അവർക്ക് ഒരു ഇറ്റ്ഫോക്ക് നിർത്തുക എന്ന് പറയുന്നത്. അക്കാഡമി അങ്ങനെ അക്കാഡമിയായിട്ട് ഒരു ഇറ്റ്ഫോക്ക് നിർത്തുകയല്ല. അപ്പോൾ ഇപ്പോൾ ഈ വർഷം തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ബജറ്റ് പൈസ ഇല്ലായ്മ ഉണ്ടല്ലോ, അറിയാലോ. പിന്നെ സമയത്തിന്റെ ഒരു കുറവും ഉണ്ടായിരുന്നു. കാരണം ഒരു പൈസ എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പം തീരുമാനം എടുക്കാതെ നീണ്ടു പോകും. അപ്പം ഡിസിഷൻസ് പിന്നെ വൈകും. ഡിസിഷൻസ് വൈകുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പമല്ല. അപ്പോൾ ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു വർഷത്തിലധികം സമയം വേണം ശരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്ന കേട്ടോ, ഒരു വർഷവും ഒരു 3 മാസം കൂടി കിട്ടുകയാണെങ്കിൽ ഒരു 15 മാസം വേണം ഒരു ഫെസ്റ്റിവൽ മിനിമം എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ചിലപ്പോൾ ചില ഗ്രൂപ്പിന് ചില സഹായങ്ങൾ കിട്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ. ആ ഫണ്ടിങ് അപ്ലിക്കേഷനോ കൊടുക്കാൻ ചില സമയങ്ങളുണ്ട്, ചില പീരീഡുകളുണ്ട്. ആ പീരീഡും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളിവിടെ ഇത് പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും അക്കാഡമിയിൽ പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തെ പല പരിപാടികളിലും ഉണ്ടല്ലോ. ഇവിടെ ഇറ്റ്ഫോക്ക് മാത്രമല്ലല്ലോ അക്കാഡമി ചെയ്യുന്നത്. അക്കാഡമി 100 കൂട്ടം മറ്റ് പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പം അതുകൊണ്ടായിരിക്കണം അവർക്കത് പലപ്പോഴും ആ ഒരു ഇതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും ഇതുവരെ പറ്റിയിട്ടില്ല. ഒന്ന് അത് കഴിയണം എന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റാണ് അക്കാഡമിയോട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നേരത്തെ പ്ലാനിങ് തുടങ്ങണം. പിന്നെ കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു തോട്ട്ഫുൾ എലമെന്റ് മിസ്സാവാതെ നോക്കണം. പിന്നെ ആ രീതിയിൽ കുറച്ചും കൂടെ ഇതിനെ അങ്ങനെയാണ് ഫെസ്റ്റിവൽ ബ്യൂട്ടിഫുള്ളായിട്ട് സംഭവിക്കുക. തിയേറ്ററിൽ എപ്പോഴും അതിൻ്റെ ഒരു എഫിമറൽ സ്വഭാവം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആ എഫിമറൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതുണ്ടാവുന്ന ആ സമയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയാണ് തിയേറ്റർ. ആ തിയേറ്ററിൻ്റെ അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഫെസ്റ്റിവലിലേക്ക് വരുമ്പോൾ അതുപോലുള്ള നിരവധി തിയേറ്ററുകൾ കൂടിച്ചേരുമ്പോഴതിൻ്റെ ആണല്ലോ ഫെസ്റ്റിവലിൻ്റെ ഭംഗി. അപ്പം ഇത് തിയേറ്ററിന് ആ നിലയ്ക്ക് നോക്കുമ്പം എനിക്ക് തോന്നാറുണ്ട് മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്യുന്നൊരു സ്പേസാണ് തിയേറ്റർ. അതായത് ഇതുണ്ടല്ലോ മൾട്ടിപ്പിൾ ടൈംസ് ഉള്ളൊരു കോൺസെപ്റ്റ് ഇല്ലേ, അത് വർക്ക് ചെയ്യുന്ന കാണാം നമുക്ക് തിയേറ്റർ. എന്ന് മാത്രമല്ല എല്ലാ ഫെസ്റ്റിവലുകളിലും ക്ലാസിക്സും ഉണ്ടാവും. അതായത് കാലത്തിന്റെ ഏറ്റവും ആ രീതിയിലുള്ള ഞാൻ പറഞ്ഞല്ലോ ക്ലാസിക്സ് റീവിസിറ്റഡ്. ഓട്ടോഷോഗോ, ഷേക്സ്പിയർ, കാളിദാസൻ, ഭാസൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത്തരം പ്ലേസാണ് വന്നത്. ഇത്തരം പ്ലേസ് വരുമ്പോഴും ആ പീരീഡിൽ എഴുതപ്പെട്ടതാണെങ്കിലും ആ പ്ലേ ചെയ്യുന്നത് പുതിയ കാലത്തല്ലേ, പുതിയ വായന തന്നെ. അപ്പം അതിൽ കണ്ടംപററി റിഫ്ലക്ഷൻസും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം ശരിക്കും നമ്മൾ ഈ മീറ്റ് ദി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്ലാസിക്സ് റീവിസിറ്റഡിൽ എത്താൻ കാരണക്കാരൻ ഞാൻ പറയാം വേറെ ആരുമല്ല, ആ ഐഡിയ സുമാർ അഴിക്കൊണ്ടായിരുന്നു. എന്താ കാരണം അറിയോ? അത് പറയാം. 2010 അഴീക്കോട് സാറ് വന്നു, അഴീക്കോട് സമാപനത്തിന് വന്ന്
രാവണി മാഷ വിളിച്ചുകൊണ്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് സെക്രട്ടറിയാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുമ്പ് നാടകകൃത്തുക്കൾക്ക് പ്രാധാന്യമുള്ള ഒരു കാലമുണ്ടായിരുന്നു, ഇന്ന് നാടകകൃത്തുക്കൾക്ക് പ്രാധാന്യം കുറയുന്നുണ്ട്, ഒന്നെനിക്കൊരു സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യം റേസ് ചെയ്തു. അപ്പം എനിക്ക് തോന്നിയത് മനസ്സിൽ, ഇനി ഏതെങ്കിലും കാലം നമ്മൾ ഇതിൻ്റെ ഭാഗമാണെങ്കിൽ പ്ലേ റൈറ്റിനെ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ ആ പ്ലേ റൈറ്റിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു സംഗതിയായിരുന്നു നമ്മൾ കൃഷ്ണമൂർത്തി സാറായിട്ട് സംസാരിച്ചപ്പോൾ. അങ്ങനെയാണ് നമുക്ക് മീറ്റ് ദി മാസ്റ്റേഴ്സ് ആക്കാമെന്ന് പെട്ടെന്ന് പറയണ്ടായി. ഈ ഇറ്റ്ഫോക്ക് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ സെൻസിബിലിറ്റിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെയോടൊപ്പം തന്നെ കേരളത്തിലെ തിയേറ്ററും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലായി, അമേച്ചർ തിയേറ്റർ മാറുന്നുണ്ട്, ഈവൻ പ്രൊഫഷണൽ തിയേറ്ററിന്റെ സ്വഭാവം പോലും മാറുന്നുണ്ട്. ഒരു വർഷം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തിയേറ്ററിന്റെ ഫോമുകൾ പലതരത്തില് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പുറത്ത് എക്സ്പോഷർ ഉള്ള ആളുകൾ ഓഫ് കോഴ്സ് ഇവിടെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അത്തരം എക്സ്പോഷർ ഇല്ലാത്ത ഇവിടുത്തെ അമേച്ചർ തിയേറ്റർ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഇറ്റ്ഫോക്കിന്റെ ഒരു സ്വാധീനം ഭയങ്കരമായിട്ട് പ്രകടമായിട്ടുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത്. പിന്നെ ചിലർ പറയുന്നത് അങ്ങനെ വരുന്നില്ല എന്നും ചിലർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ടില്ല, ഫിലിം ഫെസ്റ്റിവൽ ഇൻഫ്ലുവൻസ് ചെയ്തോണം, തിയേറ്റർ ഫെസ്റ്റിവൽ തിയേറ്ററിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. നാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഓർമ്മ, നല്ല ഫെസ്റ്റിവൽ ആയിരുന്നു, PRD ഒക്കെ ആയിരുന്നു നടത്തിയത്. അപ്പോൾ ആ ഫെസ്റ്റിവൽ വളരെ നമ്മൾ പലപ്പോഴും ഇന്ത്യൻ നാടകങ്ങൾ കാണാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു അത്. അതിപ്പോൾ ഒന്നില്ല. അതൊക്കെ ശരിക്കും സർക്കാർ ഒന്ന് തിരിച്ചുകൊണ്ടുവന്നാൽ നന്നായിരുന്നു. വേണമെങ്കിൽ കേരളീയത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് അവർക്ക് ആലോചിക്കാവുന്നതാണ്. അത് മാറ്റം ഉണ്ടാവും കേട്ടോ, മാറുന്നുണ്ടാവും. മാറ്റം എന്ന് പറഞ്ഞാൽ അതത്ര പെട്ടെന്ന് അങ്ങനെ വിസിബിൾ ആവുന്നതല്ല, അതൊരു സ്ലോ പ്രോസസ് അല്ലേ, വരും. ഇപ്രാവശ്യത്തെ നാടകങ്ങൾ കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി റിച്ച്നെസ് ഫീൽ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര റിച്ച്നെസ് എന്നല്ല രീതിയിലല്ല, ദാരിദ്ര്യം തോന്നിയിരുന്നില്ല മൊത്തം പരിപാടിയിൽ. പക്ഷെ ഇപ്പോൾ പ്രാവശ്യം ഈവൻ സൗണ്ട് സിസ്റ്റത്തില് ടെക്നിക്കൽ ഇഷ്യൂസ്, ബേസിക് ഡിമാൻഡ്സിൽ ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ സാമ്പത്തിക പരാധീനത കൊണ്ട് മാത്രമാണോ സംഭവിക്കുന്നത്? അതല്ലേ ബേസിക്കലി കൊടുക്കണ്ടേന്നുള്ളൊരു അല്ല, പ്രധാനമായിട്ടും സാമ്പത്തികം തന്നെയാണ്. പണം എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ ഇമാജിൻ ചെയ്യുന്നത് എന്നുള്ള ആശ്രയിച്ച് ആണ് നമ്മൾ പണത്തിലേക്ക് പോവുക. ബജറ്റ് പിന്നീടാണ് വരുന്നത് ശരിക്കും. അപ്പം നമ്മൾ ഏത് സ്കെയിലാണ് ഈ ഫെസ്റ്റിവൽ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിനുള്ള പണം കണ്ടെത്താനും നോക്കുമല്ലോ. അപ്പം നമ്മൾ പണം എന്നുള്ളത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുമ്പം ഇത്തരം സ്ഥാപനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ചോളം അവർ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും പണത്തിൻ്റെ ക്രൈസിസ്. അപ്പോൾ അതിനകത്ത് നിന്നേ അവർക്ക് ചിലപ്പോൾ ഫെസ്റ്റിവലിനെ വിഭാവനം ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ മറിച്ചും നമുക്ക് കാണാം. കാരണം അവരെ നമ്മളതിനെ കണ്ട് എനിക്ക് തോന്നുന്നത് അവർ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, അനേകം പരിപാടികളുണ്ട്. അതിലൊന്നാണ് എന്ന് പറഞ്ഞാൽ അതിൽ വലുതാണ്, അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അനേകം പരിപാടികളെ, എല്ലാ പരിപാടികളെയും അവർക്ക് അഡ്രസ് ചെയ്തേ പറ്റൂ. അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്ഫോക്കിനെ മാത്രം നോക്കിക്കൂടാ അവർക്ക്. കാരണം അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ മറ്റു പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ പ്രയോറിറ്റൈസ് ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന നമ്മൾ വൺ ടൈം ഇത് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനസ്സിൽ പൈസേനേക്കാളും നമ്മളും വരിക ഇതിൻ്റെ കോൺസെപ്റ്റലൈസേഷനാണ്. ഏത് സ്കെയിലാണ് ഫെസ്റ്റിവൽ പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത ആദ്യം വരിക. എന്നിട്ട് നമ്മൾ വരെടുത്ത് പൈസയെ കുറിച്ച് പിന്നെയാണ് ചിന്തിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ളവരെപ്പോഴും ആദ്യം ചിന്തിക്കുക ഒരു പക്ഷേ എന്തായിരിക്കും, ഇതിൻ്റെ ബജറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പലത് സംഭവിക്കുന്നത്. ഇതൊക്കെ ചിലപ്പം പല രീതിയിലും മാറിയും മറിഞ്ഞും വരും. ചിലപ്പോൾ ഇങ്ങനെയാവും, എന്നാലും ആരും ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ല, ഒരു അതിനെ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ചിലപ്പം മെലിഞ്ഞിരിക്കും, ചിലപ്പം തടിച്ചിരിക്കും എന്ന് പറയും പോലെയാണ്. അതൊരു പണം ഒരു വലിയ ഘടകമാണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിന് തന്നെ കുറെ പേരുകൾ നമ്മൾ പറഞ്ഞു, തുടക്കം മുതലുള്ള വലിയ മനുഷ്യരുടെ കുറെ പേരുകൾ. അത്തരം മനുഷ്യന്മാരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധവും 2009 രണ്ടാമത്തെ എഡിഷൻ മുതൽക്കാണ് അഭിലാഷ് വരുന്നത്. അഭിലാഷ് പിള്ള. അഭിലാഷ് വരുന്നത് ഇവിടുത്തെ നിലവിൽ വേറൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസുമായിട്ടാണ്, അല്ലെങ്കിൽ വേറൊരു ഇമാജിനേഷനുമായിട്ടാണ്. 2009, 2010, 2017 3 എഡിഷൻ ക്യൂറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിലാഷായിരുന്നു.
ആദ്യത്തെ എഡിഷൻ ചെയ്തു. ആദ്യത്തെ എഡിഷന് നമുക്ക് പറഞ്ഞോണം തീരെ സമയമില്ല, 1.5 മാസം കൊണ്ട് ചെയ്തതാണ്. അത് ചെയർമാൻ അതെ, ചെയർമാൻ മരണപ്പെട്ടു. അപ്പോൾ അൺസർട്ടനിറ്റി വന്നപ്പോൾ ഇവിടെ ആലോചനകൾ ഡിസിഷൻ കുറച്ച് വൈകി. അന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെന്നൊന്നും. പിന്നെ ഇവിടെ ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി ഓരോ എഡിഷൻ ഇറ്റ്ഫോക്ക് നടക്കുമ്പോഴും സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേയൊക്കെ. തിയേറ്റർ ഉൾപ്പെടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. അത് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി തന്നെ ഉണ്ടായ ഒരു ഡയറക്റ്റ് റിസൾട്ടാണെന്നാണ് ഞാൻ പറയാം. അഭിലാഷ് വേറൊരു ഇമാജിനേഷൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനിടയ്ക്ക് ശങ്കർ വേറൊരു ഇമാജിനേഷൻ കൊണ്ടുവന്നു. ദീപൻ 14 വന്നു, ദീപൻ്റെതായ ഒരു ഇമാജിനേഷൻ. അങ്ങനെ പല സംഗതികളും ഇതിൽ വന്നിട്ടുണ്ട്. ദീപൻ 14-ലും 23-ലും 2 എഡിഷനിൽ ദീപൻ ഉണ്ടായിരുന്നു. 2 എഡിഷൻ ശങ്കർ ചെയ്തിട്ടുണ്ട്, 3 എഡിഷൻ അഭിലാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മങ്ക മേഡം അതുപോലെ റീന സാർ എല്ലാം കൂടെ ചേർന്നിട്ട് എഡിഷൻ ഉണ്ട്. നടക്കാതെ പോയിട്ടുണ്ടോ? കോവിഡിന്റെ കാലത്ത് 2 എഡിഷൻ നടന്നിട്ടില്ല. പിന്നെ 2011 നടന്നിട്ടില്ല. ഈ ഫോക്സ് തുടങ്ങിയതിന് ശേഷം 3 എഡിഷൻ മിസ്സാണ്. പക്ഷേ അതിൽ 1 എഡിഷൻ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്ഫോക്ക് നടത്തണം എന്നുള്ള തീരുമാനം ഞാൻ പറഞ്ഞു, ഈ സമയത്തിനുള്ളിൽ ഇറ്റ്ഫോക്ക് ചെയ്യരുതെന്നാണ്, തട്ടിക്കൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ വർഷം നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു താൽക്കാലികമായിട്ടൊരു ഇൻ്ററിം എഡിഷൻ പോലെ ഒരു സംഗതി ചെയ്തു. ഇറ്റ്ഫോക്ക് അല്ലായിരുന്നു അത്, ജസ്റ്റ് ഒരു ചെറിയ ഒരു വളരെ ഒരു മിനിമലായിട്ടൊരു ഷൂ സ്ട്രിങ് ബജറ്റ് ചെയ്ത ഒരു സംഗതി. ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞു. ചെയർമാൻ പിന്നെ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പീരീഡ്, കുറച്ചൊരു അൺസർട്ടൺ പീരീഡ് വന്നപ്പോൾ അപ്പം നമ്മളിവിടെ എത്തി ഇറ്റ്ഫോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയി നോക്കുമ്പോൾ എന്താ വെച്ചാൽ അപ്പോഴും ഒരു അൺസർട്ടൺ കിടക്കുന്നുണ്ട്. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ അന്നും പൈസ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നേരിട്ട് മിനിസ്റ്ററോട് കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പം എന്താണ്, അപ്പം മിനിസ്റ്റർ പറഞ്ഞു മുമ്പോട്ട് പോകണം, നിർത്തരുതെന്ന് പറഞ്ഞു, ബേബി മിനിസ്റ്ററെ. അപ്പോൾ അന്ന് പ്രഭാരം പൈസി മാഷാണ് സെക്രട്ടറി. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റും തീരുമാനങ്ങളിലും ഒക്കെ എഴുതി ഉണ്ടാക്കിയ വേറൊരു സെക്രട്ടറിയാണ് ഗംഗാധര മാഷ്, പ്രൊഫസർ പി ഗംഗാധരൻ ഇല്ലേ, പട്ടാമ്പി. അപ്പോൾ ഗംഗാധര മാഷായിരുന്നു നേരത്തെ സെക്രട്ടറി. ഗംഗാധര മാഷ കാലത്താണ് ഇതിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ടാണ് മാഷ് ഇവിടുന്ന് പോയിട്ടുള്ളത്. പിന്നെ ഇത് നടക്കുന്ന സമയത്ത് പ്രഭാരം മാഷ. രണ്ടാമത്തെ ഘട്ടം കൃഷ്ണൻ നായർ സാറ് സെക്രട്ടറി ആയില്ലേ. കൃഷ്ണൻ നായർ സാറ് എനിക്ക് ഒരു ദിവസം താനാടി ഒരു കാര്യം പറയേണ്ടതാണ്. തേറമ്പില് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. MLA ഫണ്ടുണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഓർമ്മയ്ക്കത്തക്ക സാംസ്കാരിക രംഗത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. തൻ്റെ അഭിപ്രായം എന്താ? ഒരു ലൈബ്രറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ലൈബ്രറി കുറേ ഉണ്ട്, അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിലും ലൈബ്രറി വരാനുണ്ട്, അതിനൊരു സംവിധാനമുണ്ട്. എനിക്ക് തോന്നുന്നത്, എനിക്ക് കുറച്ചൊരു ഇറ്റ്ഫോക്ക് പ്രാന്തുള്ളതുകൊണ്ട് കൂടി പറയാണ്, പിന്നെ മുരളിച്ചേട്ടൻ്റെ ഒരു ഓർമ്മ ഇവിടെ നിലനിൽക്കണം. ഞാനെപ്പോഴും ഇങ്ങനെ, ഞാനെന്നല്ല പലരും ആഗ്രഹിക്കും പോലെ ഞാനും ആഗ്രഹിക്കലുണ്ട്. ഈ തിയേറ്റർ ഇങ്ങനെ കിടക്കല്ലേ, നമുക്ക് ആ തിയേറ്ററിൻ്റെ കുറച്ചുകൂടി ഒരു കോലത്തിലേക്ക് കൊണ്ടുവരാം. ആ പൈസ അതിന് ഉപയോഗിച്ചൂടെ? നമുക്ക് അതിൻ്റെ മുകളിൽ അത് തേറമ്പിൽ എന്നുള്ള പേര് കുറച്ചും കൂടി ഗ്ലോബലി കാണപ്പെടുന്നതന്നെ. പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുമ്പോൾ അത് കാണും, വിസിബിളാവും. അപ്പോൾ അത് ശരിയാ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിച്ച് കുറച്ച് ദിവസത്തിനോട് പറഞ്ഞു, ശശി അത് തേറമ്പിൽ യോജിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ തിയേറ്ററിനെ ഇത് നവീകരണ പ്രവർത്തനത്തിൻ്റെ ഇത് തിയേറ്റർ ഉണ്ടാവുന്നത്, ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി. പിന്നെ അത് 3-ാം ഘട്ടം ആണ് കഴിഞ്ഞ കരുവള്ളൂർ മുരളി സാറ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജനാർദ്ദൻ സാർ ഉണ്ടായിരുന്നു, സാംസ്കാരിക വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി. അദ്ദേഹത്തിന് ചാർജായിരുന്നു. അദ്ദേഹം പിന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു വലിയ സ്കെയിലിലേക്ക് പോകുന്നതിൽ വലിയൊരു റോളുണ്ട് അദ്ദേഹത്തിന്. കാരണം അതിൻ്റെ ഒരു ബജറ്റിൻ്റെ നമ്മളെപ്പോഴും പറയുന്ന ആ പ്രശ്നത്തെ പുള്ളി അഡ്രസ്സ് ചെയ്തു. കാരണം ഇതിൻ്റെ ഒരു ബജറ്ററി കൺസ്ട്രെയിൻസ് കൊണ്ട് നമുക്കിത് വേറെ രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നു പുള്ളിയോട്. ഞാൻ മാത്രമല്ല, അതിപ്പം ഇവിടെ ജയകൃഷ്ണൻ, റെജി ഒക്കെ പുള്ളിയോട് കുറച്ചുകൂടി അടുപ്പുണ്ട്. അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങൾ അവരും പറയുന്നതും കേൾക്കും. നമ്മളായിട്ട് അടുത്തപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, പലരും എന്നാൽ കേൾക്കണ്ട. പുള്ളി കുറച്ചുകൂടി ഓപ്പണായിട്ട് കേൾക്കുകയായിരുന്നു ഈ കാര്യങ്ങൾ, ഈ കൾച്ചറൽ സിനാറിയോ
എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അത് നല്ല കാര്യം. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞാൽ പിന്നെ മുരളി സാർ വന്നു, കരുവള്ളൂർ. ആ ഘട്ടത്തിൽ നമ്മളിതിൻ്റെ ഇറ്റ്ഫോക്കിൻ്റെ 2023 എഡിഷൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി റിപ്പയർ വർക്കും നിർമ്മാണ പ്രവർത്തനവും നടന്ന ഈ തിയേറ്ററിനെ കുറച്ചും കൂടി അതിൻ്റെ ഒരു 3ാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് എൻ്റെ സ്പേസ് ഗംഭീരാക്കി ക്ലോസ് ചെയ്ത് ഗംഭീര തിയേറ്ററായി മാറി കഴിഞ്ഞല്ലോ. അങ്ങനെ ഇവിടെ ആ കുറേ കാലത്തെ അടവിന് ശേഷം ആ ഘട്ടത്തിൽ കളിച്ച ആദ്യത്തെ പ്ലേ സൗത്ത് ആഫ്രിക്കൻ പ്ലേ ആയിരുന്നു. സെയിം കേപ്പ് ടൗൺ എന്ന് പറഞ്ഞ പ്ലേ. അപ്പോൾ ഇതിനൊരു കേപ്പ് ടൗൺ കണക്ഷൻ ഉണ്ട്. അതേസമയം ഞാൻ പറയും, മുരളിയേട്ടൻ അവസാനമായിട്ട് പോയത് കേപ്പ് ടൗണിലായിരുന്നു, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്ക തിരിച്ച് വന്നിട്ട് ആഫ്രിക്കേൻ്റെ പ്ലേ ഒക്കെ ആരോടൊക്കെ സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമപ്രവർത്തകൻ, മലയാളിയായ ഒരു ജയചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതെ ആയിരിക്കും. അദ്ദേഹം ഒക്കെ ആയിട്ട് മാർക്കറ്റ് തിയേറ്ററോ പല തിയേറ്റർ കമ്പനികളിൽ ബന്ധപ്പെട്ടിരുന്നു ഒക്കെ കേട്ടിരുന്നു. പക്ഷെ ഇത് പറയാൻ എന്നെ വിളിച്ചിരുന്നു. വന്നിട്ട് തലേന്ന് എനിക്ക് ഫോൺ ചെയ്തു, ശശി നാളെ നമ്മൾ ഇത് കാണണം, ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരല്ലേ ശശി ഇങ്ങോട്ട് വരേണ്ടി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ട്രെയിനിൽ ഇങ്ങനെ വരിക, ഫോൺ കട്ടായി, ഇങ്ങനെ മൂവ് ചെയ്യുമ്പേ പിന്നെ പറഞ്ഞു ഇല്ല. പിന്നെ ഏർലി മോർണിംഗ് എനിക്കൊരു ഫോൺ വരിക, മുരളിയേട്ടൻ ഹോസ്പിറ്റലാണ്. ഞാൻ വേഗം പോയി, PRSലാണ്. വലിയ സാറും പലരും ഉണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. ബാബു ജോൺ സാർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ബാബു ജോൺ എന്ന് പറഞ്ഞാൽ ബേബി മിനിസ്റ്ററെ സെക്രട്ടറി സ്റ്റാഫിൽ ഉള്ള ആളായിരുന്നു. അദ്ദേഹം വളരെ ഇറ്റ്ഫോക്കിന് വേണ്ടിയിട്ട് ഒക്കെ കൂടെ നിന്ന ആളുകളാട്ടോ. ഒക്കെ നമ്മൾ ഓർക്കേണ്ട ആൾക്കാർ തന്നെയാണ് വളരെയധികം. അപ്പോൾ അദ്ദേഹമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യം എന്താണോ പറയാനിരുന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അന്ന് വൈകുന്നേരം അദ്ദേഹം പിന്നെ മരണപ്പെട്ടല്ലോ. അപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കൻ കണക്ഷൻ എപ്പോഴും നമ്മളിങ്ങനെ ഞാനിങ്ങനെ റീഡ് ചെയ്യും. അല്ല ഇതിൻ്റെ ഇത് വേറെ രീതിയിലൊന്നും എടുക്കണ്ട കേട്ടോ. എൻ്റെ ഒരു പ്ലേകളാണ് ഇതൊക്കെ, വേറെ ചില പ്ലേകളാണ്, കണ്ടൊന്നുമില്ല. പ്ലേ എന്ന് പറഞ്ഞപ്പോഴാ ഇവിടുത്തെ ക്രൗഡിനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തെ വേറെ ക്രൗഡുകളും അതിലില്ല. പല പല രൂപങ്ങളുള്ള മനുഷ്യര്, വേണമെങ്കിൽ നമ്മളൊരു തിയേറ്റർ പെർഫോമൻസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള രൂപങ്ങളും ഭാവങ്ങളും ഉള്ള മനുഷ്യര്, അധികം തിയേറ്റർ കക്ഷികളായതുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ ഒരു പക്ഷെ അങ്ങനെ ഭയങ്കര കൗതുകമുള്ള നിറയെ ഫ്രെയിമുകൾ ഇങ്ങനെ സ്റ്റേജുകൾ ഇങ്ങനെ ഫീൽ ചെയ്യും അല്ലേ? അതുണ്ട്. അത് എപ്പോഴും പിന്നെ ഒരു തിയേറ്ററിക്കാലിറ്റി അല്ലെങ്കിൽ ഒരു പെർഫോമേറ്റീവ് സ്വഭാവം എപ്പോഴും ഉണ്ടാവും. അത് കുറച്ചുകൂടി ലൈവ് ആയിരിക്കും, ഒരു ലൈവ്നെസ് ഉണ്ടാവും. ലൈവ്നെസ് ആണ് അത്. ഈ എക്സിബിഷനിസ്റ്റ് അല്ല, അത് പ്രകടനപരത എന്നുള്ള തരത്തിലല്ല. അത് അല്ലാത്തൊരു വൈബ്രന്റ് ബിഹേവിയർ. അതെ, ഒരു വൈബ്രന്റ് ഒരു ബിഹേവിയർ അതുണ്ട്. അല്ല, അത് വേണമെന്ന് എനിക്ക് തോന്നുന്നു. രസമല്ലേ? ഇപ്പൊ ഒരു 14 എഡിഷൻ പൂർത്തിയായി, പല പല വഴികളിലേക്കൂടെ കടന്നുപോയി. മേലേക്ക് താഴേക്ക് എന്നുള്ളതല്ല, അത് അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് എന്തൊക്കെ സാധ്യതകൾ ഐറ്റ്ഫോക്ക് മുന്നോട്ട് വയ്ക്കുന്നത്? ഇനി എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു? അല്ലെങ്കിൽ അത് നമ്മളെ എങ്ങനെ നവീകരിക്കും? എന്തൊക്കെയാണ് ഇറ്റ്ഫോക്ക് സാധ്യതകൾ? അതൊരു വലിയ ചോദ്യമാണത്. നമുക്കത് അങ്ങനെ അങ്ങോട്ട് ഈ ചോദ്യങ്ങൾ എപ്പോഴും വലുതായിരിക്കും. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഉത്തരം എപ്പോഴും അത്ര അങ്ങോട്ട് ഇതാവുകയില്ല, അത്ര വലുപ്പത്തിൽ വരില്ല. കാരണം ഉത്തരമാണല്ലോ, ഉത്തരം ഫ്യൂച്ചറിലാണ് കിടക്കുന്നത്, ചോദ്യം കിടക്കുന്നത് പ്രസൻറ്റിലാണ്. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമാറ്റിക് സാധനമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ കുറച്ചുകൂടി നമ്മൾ ഈ എല്ലാം നല്ല തിയേറ്ററൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് 14 കൊല്ലം 15 കൊല്ലം ആയില്ലേ, ഇനിയും നമ്മൾ ഇത്രയും ഒരു ട്രഡീഷൻ സെറ്റ് ചെയ്ത അത് സർക്കാർ അല്ലെ സാംസ്കാരിക വകുപ്പ് ചിന്തിക്കേണ്ട കാര്യമാണ്. അവർക്ക് അതിലൊരു ഇത് വേണം. ഇത് റിക്വസ്റ്റ് ആട്ടോ, നമ്മൾ വിമർശനത്തിനൊന്നുമില്ല. കാരണം റിക്വസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബജറ്റ് ഫോക്കിനുണ്ടാവണം. ഒരു സ്റ്റേബിൾ ബജറ്റ്. ഈ 2 കോടി ഉറുപ്പ്യക്ക് 1.5 കോടി ഉറുപ്പ്യക്ക് 1 കോടി ഉറുപ്പ്യക്ക് ഇറ്റ്ഫോക്ക് ചെയ്യാന്നുള്ള പരിപാടി പറയാൻ പോലും പാടില്ല എന്നാ ഞാൻ പറയാം. കാരണം 15 കൊല്ലം പല ദിക്കിൽ നിന്നും ഇത് ഇവിടെ പലർക്കും മനസ്സിലാവണം. കഴിഞ്ഞ വർഷം
മിനിസ്റ്റർ സജി ചെറിയ മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അന്ന് ആ മീറ്റിങ്ങിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ പുറത്തുള്ള ഓരോ എംബസികളായി ബന്ധപ്പെടുമ്പോഴും നമ്മളെ മലയാളികളൊക്കെ പല എംബസികളിലുണ്ട്. അപ്പം ഇറ്റ്ഫോക്ക് എന്ന് പറയുമ്പോഴേക്കും അവർ വേഗം ചാടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതില്ലാത്ത സ്ഥലത്ത് ആണെങ്കിലും ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്ലോബലി നോൺ ആയി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പക്ഷേ ഇറ്റ്ഫോക്കിനൊരു അങ്ങനത്തെ ഒരു ജാട പരിധി ഇറ്റ്ഫോക്ക് കാണിക്കാറുമില്ല. അതൊരു ഒരു 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 സിമ്പിൾ ഹമ്പിൾ ഫെസ്റ്റിവലായി തന്നെ ഇറ്റ്ഫോക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുള്ള ഗ്രൂപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയല് നിങ്ങൾ ഒരിക്കലും ഈ ഫെസ്റ്റിവലിനെ യൂറോപ്യൻ ടേംസ് കാണരുത്. നമ്മൾ ഇത് ജനങ്ങൾ ഒരുപാട് പരിമിതികൾക്കകത്ത് നിന്നിട്ട് ഹാപ്പൻ ചെയ്യിപ്പിക്കുന്നൊരു ഫെസ്റ്റിവലാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നാൽ നിരാശരാവില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവരിവിടെ വരുമ്പോൾ അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കൂല. അതേസമയം തന്നെ വളരെ പുവർ അല്ലെങ്കിൽ നിങ്ങൾ പെടും എന്നുള്ള ഇമ്പ്രഷനും കൊടുക്കൂല. അത് പൊതുവെ ഇൻവൈറ്റിങ്ങും വെൽക്കമിങ്ങും ആയിരിക്കും. അപ്പോൾ അവർ വരുമ്പം നമ്മളൊരിക്കലും ഇതിനെ മുകളിൽ കെട്ടിയിട്ടില്ലല്ലോ. നോർമലായിട്ട് ഇങ്ങനെ ഒരു 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 മിനിമൽ ഇതിൽ പറയുമ്പോൾ അവർ ഹാപ്പി ആവും. ആയിട്ടുണ്ടാവാറുണ്ട് പൊതുവെ. അല്ല അതിലൊക്കെ കുറച്ചുകൂടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ ആവശ്യപ്പെടുന്ന ബജറ്റ് ഇറ്റ്ഫോക്കിന് കൊടുത്തേ പറ്റൂ. കാരണം അത് അല്ലാതെ അത് അങ്ങനെ മതി ഇതിങ്ങനെ മതി എന്നുള്ള ചിന്തയിലേക്ക് പോകരുത്. ഇപ്പൊക്കെ നന്നായി തന്നെ നടക്കണം പിന്നെയുള്ള കാലത്തും. കാരണം അതിൽ ഒരു വലിയൊരു ഡെമോക്രസി, ഇപ്പം ശിവവിശ്വനാഥനോ പറയും പോലെ നമ്മളെ ഡെമോക്രസിയെ കൂടുതൽ മീനിങ് ഫുൾ ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എലമെൻറ്റ് പുള്ളി എപ്പോഴും തിയേറ്ററിൽ കാണാറുണ്ട്. അതിൻ്റെ നീഡ് ഫോർ തിയേറ്റർ ഫെസ്റ്റിവൽസിന് അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പം എസെൻഷ്യലി വേണ്ടത് ഇന്ന് ഇത്രയേ ഉള്ളൂ, 1 കോടി റുപ്യ അല്ല ഇത്രയേ ഉള്ളൂ, പിന്നെ അവസാനം കിട്ടുമോയെന്ന് അറിയില്ല എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടാവരുത്. ആ അനിശ്ചിതത്വമല്ലാതെ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് നിശ്ചയമായിട്ടും ഇതിനൊരു സ്റ്റേബിളായിട്ടുള്ള ഓവറൊന്നും വേണ്ട. കാരണം ഇറ്റ്ഫോക്കിൽ ആർഭാടൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആർഭാടോ അഴിമതിയോ എന്നുള്ള സ്ഥലമൊന്നുമല്ലത്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അറിയാം. അതേസമയം ഇതിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് വേതനത്തിനാണ് പലരും വർക്ക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അതിൻ്റെ ഒരു പാഷൻ കൊണ്ടാണ്. അപ്പോൾ അവരെ വേണമെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് വേറൊരു സെൻസ് പറയാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന്. അങ്ങനെയും നമ്മൾ പറയുന്നില്ല. കാരണം അത് അവർക്കൂടി ഇഷ്ടമുള്ളതുകൊണ്ട് അവർ വന്നിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരൊക്കെ എഫേർട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. ഈ ഫെസ്റ്റിവൽ ഒരുപാട് ആളുകളെ, ചെറുതും വലുതുമായ ഒരുപാട് ആളുകളെ എഫേർട്ടിലാണ് ഈ ഫെസ്റ്റിവൽ പോകുന്നത്. ഒരു ബജറ്റ് വേണം. അത് ഇനിയും നടക്കാൻ ഏറ്റവും എസെൻഷ്യൽ. എന്നിട്ടേ നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റലൈസേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമുള്ളൂ. പക്ഷേ അതേസമയം ടു മേക്ക് ഇറ്റ് ഹാപ്പൻ നമുക്ക് വളരെ സ്ട്രോങ് പാഷൻ വേണം. പാഷനേറ്റ് ആയി തന്നെ ചെയ്യണം. ആ പാഷനേറ്റ് ചെയ്യുമ്പോഴേ ഇതിന്റെ ബ്യൂട്ടി റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ.